തുമ്പൻ്റെ സംശയം തെറ്റിയ ചരിത്രമില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. ഒടേ തമ്പുരാനെ, ആരാണ്? എന്തിനു വന്നു? ഇവിടെന്ത് കാര്യം? എങ്ങോട്ട് പോകുന്നു? ഞാനൊരു മന്ത്രവാദിനിയാണേ, പേര് ഡാക്കിനി. ഇത് ലുട്ടാപ്പി, കുട്ടിച്ചാത്തന. ഛായ്, മന്ത്രവാദിയും കുട്ടിച്ചാത്തനും. ജമ്പനോട് മാന്ത്രിക സീരിയലിൻ്റെ കഥ പറയാനുള്ള നേരമല്ല ഇത്. നിങ്ങളെ കണ്ടിട്ട് ഫാൻസി ഡ്രസ്സുകാരുടെ മട്ടുണ്ട്. സത്യം പറ, ഈ കൊമ്പും പല്ലും പ്ലാസ്റ്റിക് അല്ലേ? അല്ലേ, ഒറിജിനലാണേ. ചുവപ്പ് കളർ പെയിൻ്റ് അല്ല, ഞാൻ മണത്തു നോക്കി. സത്യമായിട്ട് ഞാൻ കുട്ടിച്ചാത്തനാ, വേണേ തെളിച്ചു തരാം. ദാ പിടിച്ചോ. ഫയർ! ഇവനെന്താ തീപ്പെട്ടി വിഴുങ്ങിയോ? ഉഗാണ്ടയിലെ ആദിവാസികൾ ഇതുപോലെ തീ ഊതുന്നത് കണ്ടിട്ടുണ്ട്. നീ ഉഗാണ്ടക്കാരനാ അല്ലേ? അമ്മൂമ്മേ, ഇവന്മാർക്ക് തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. ബോസ്, ഞാനൊരു ഞെട്ടിക്കുന്ന സത്യം പറയാം. ഇവൻ കുട്ടിച്ചാത്തൻ തന്നെ. എടുത്തു ചാടിയാൽ ലോകത്തിനൊരു ഡിക്റ്റേറ്റീവിനെ നഷ്ടമാകും. കൊള്ളക്കാർ വേണോ കുട്ടിച്ചാത്തൻ വേണോ? അതാണ് ചോദ്യം. ഛേ, ഞാൻ കുട്ടിച്ചാത്തനെ പിടിക്കാൻ പോയെന്ന് കേട്ടാൽ അമേരിക്കക്കാരെന്ത് വിചാരിക്കും? അതുകൊണ്ട് നീ ഇവിടെ നില്ല്, ഞാൻ കൊള്ളക്കാരെ പിടിച്ചിട്ട് വരാം. അത് ശരി, അപ്പോൾ തടിയൂരാൻ തീരുമാനിച്ചു എന്ന് ചുരുക്കം. ആ പോക്ക് കണ്ടാൽ പേടിച്ച് പരക്കം പായുന്നതാണെന്ന് തോന്നുകയേയില്ല. കാണാൻ നല്ല ശേല്. എന്താടാ പട്ടിക്കുട്ട നിന്റെ പേര്? യു ഷട്ടപ്പ്. ലോകപ്രശസ്തനായ ഒരു ഡിറ്റക്റ്റീവിനെ എടാ പോടാന്ന് വിളിക്കുന്നോ? അത് കലക്കി. നേരത്തെ പോയ മൊട്ടത്തലേനെ പോലല്ല ഈ തുമ്പൻ. കുട്ടിച്ചാത്തന്മാരെ തീരെ പേടിയില്ല. അയ്യടാ, അതിന് ഈ ലുട്ടാപ്പിയെ തീരെ പേടിക്കാനില്ലെന്നേ. ഇവനൊരു പാവമാ. പക്ഷേ കുട്ടിച്ചാത്തന്മാരിൽ ദുഷ്ടന്മാരുമുണ്ട്. അങ്ങനൊരുത്തനെ കാണിച്ചു തരാം. ദാ, ഇവൻ മായാവി, മഹാ തിരുമാലിയാ. ഇവൻ തിരുമാലിയാണെന്നോ? എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഒത്തുടാകിനി ഒത്തു. വരുന്ന വഴിക്ക് ആ പിള്ളേരെ കിട്ടി. ഒരു മരത്തിൽ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഹൂ ഈസ് ദിസ് ഓൾഡ് മാൻ? അസ്ഥികൂടം അരിമാവിൽ മുക്കിയതുപോലുണ്ടല്ലോ. ഇതാരാ? ഒരു മൊട്ടത്തലേൻ്റെ കൂടെ വന്നതാ. വലിയ ജാടക്കാരനാ. പട്ടിയാണെന്ന് വിചാരമില്ല. എന്നെ ചീത്ത വിളിച്ചു കുട്ടൂസാ. ആഹാ, നീ ഏതാടാ? മര്യാദയ്ക്ക് സംസാരിക്കണം. കള്ള ലക്ഷണമുള്ളവരെ എനിക്ക് അലർജിയാ. ദേ, മയിൽക്കുറ്റിയിൽ ഓന്തിരിക്കുന്ന പോലുള്ള ഒറ്റ പൊല്ല് പോകണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കുക. ഹോ, ഇവൻ ആളൊരു കാന്താരിയാണല്ലോ. പെട്ടെന്ന് ചെന്നായ്ക്കളാണല്ലോ. ഛേ, എലി. 5-6 ഉണ്ടല്ലോ. എല്ലാം കൂടി എങ്ങോട്ടാണാവോ? അത് ശരി. ഏത് ശരി? ഓഹോ, അപ്പോൾ കാര്യമൊന്നും മനസ്സിലായിട്ടില്ലല്ലേ? ഓടിപ്പോയത് എലിയാണെന്ന് മനസ്സിലായി. കോലാടിൻ്റെ പോലെ താടി നീട്ടി നടന്നാൽ പോരാ, മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കണം. പട്ടി ഒരു മൃഗമാണല്ലോ. നിന്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഫൂൾസ്, അത് മനുഷ്യൻ്റെ ഭാഷ പറയാൻ എനിക്കറിയാവുന്നത് കൊണ്ട്. ആ ചെന്നായ്ക്കരച്ചിലിൻ്റെ അർത്ഥം മനസ്സിലായോന്നാ ഞാൻ ചോദിച്ചത്. ഇല്ല, സംഗതി അപകടമാണ്. അപകടമെന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം. തടി കേടാവണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. ഓൺ യുവർ മാർക്ക്, അറ്റൻഷൻ, പീച്ചെ മുട്ട്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. എന്തപകടമാണ് വരാൻ പോകുന്നത്? വരാൻ പോകുന്നതല്ല, വന്നു കഴിഞ്ഞു. കൂടുതൽ തെളിച്ചു പറഞ്ഞാൽ നിങ്ങൾ പേടിച്ച് ചത്തുപോകും. എനിക്ക് കുറേ തെളിവുകൾ കൂടി എടുക്കാനുണ്ട്. ഗുഡ് ബൈ. ചേട്ടാ, ഒന്ന് നിൽക്കണേ. കൺഗ്രാജുലേഷൻസ്, ആ കിളവിയെ ഫൂളെന്ന് വിളിച്ചതിന്. ഞാൻ കുറേ കാലമായിട്ട് ആശിക്കുന്നതാ, പറ്റിയിട്ടില്ല. ബോസിനെ വിവരം അറിയിക്കണം. ഇത് വെറുമൊരു ഡിറ്റക്റ്റീവിൻ്റെ കയ്യിലൊതുങ്ങുന്ന കേസല്ല. എന്താ കുട്ടൂസ ആ പട്ടി പറഞ്ഞിട്ട് പോയത്? ചുമ്മാ പേടിപ്പിക്കാൻ അല്ല പിന്നെ. ഇതൊന്നും കേട്ട് വിരളല്ലേടാ ഇനി. നേരം പോയി, നമുക്ക് ആ പിള്ളേരുടെ കഥ കഴിക്കണം. ലുട്ടാപ്പി, നീ പോയൊരു കടുവയെ പിടിച്ചോണ്ട് വാ. പിള്ളേരെ കടുവ പിടിക്കട്ടെ. കടുവയോ? ഞാൻ തന്നെ പോണോ? എടാ മണ്ട, കടുവയെ മയക്കിയിട്ട് പിടിച്ചാൽ മതി. മയക്കുമന്ത്രം പഠിപ്പിച്ചു തന്നതല്ലേ. അധികം വൈകരുത്. ഈ കിളവൻ്റെ ഓരോ ഐഡിയകൾ. അതേസമയം കിട്ടി, ഒരുത്തനെ കിട്ടി. ഷേരു, ഓടിവാ. ഹാവു, ഇവന്മാരുടെ ഒടുക്കത്തെ ഓട്ടം. ഇവന് ശകലം മുടന്തുള്ളത് കൊണ്ടാ പിടി കിട്ടിയത്. വിടടോ, എനിക്ക് തിരക്കുണ്ട്. പിന്നെ ഒരു തിരക്കുകാരൻ. എങ്ങോട്ടാ ഇത്ര തിരക്കിട്ട്? പറയാൻ മനസ്സില്ല. എടാ അഹങ്കാരി,
ഞാൻ ആരാണെന്നാ നിന്റെ വിചാരം? ആരായാലും എനിക്കെന്താ? ശരു, ഇവൻ ആളൊരു തറുതല വീരനാ. പുഴുങ്ങി തിന്നാൽ തിന്നവന് വയറുവേദന പിടിപ്പിക്കും. അതാ ഇനം. എന്നെ തിന്നാൽ നിങ്ങൾ വിവരമറിയും. എൻ്റെ ചങ്ങാതിമാർ പോകുന്നത് കണ്ടല്ലോ. അവരെല്ലാം കൂടി എങ്ങോട്ടാ പോയതെന്നാ വിചാരം? എന്താ കാട്ടിലെ എലികൾക്കൊക്കെ നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ടോ? ഞങ്ങളുടെ രാജാവ് വന്നിട്ടുണ്ട്, അങ്ങേരോട് കളിക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് സൂത്രന് തലയ്ക്കകത്ത് ഒരു പന്തം കത്തിയതുപോലെ തോന്നി. എന്നാൽ പിന്നെ മോൻ പോയാട്ടെ, ചെന്ന് രാജാവിനെ കണ്ടാട്ടെ. ഹോ, അപ്പോ കുറുക്കച്ചാർക്ക് പേടിയുണ്ട്. സൂത്ര, താനിപ്പോ കാണിച്ചത് മണ്ടത്തരമല്ലേ എന്നൊരു സംശയം. ഹെഹെ, അതെന്താ? വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യടോ. താൻ എന്തിനാ അവനെ വിട്ടത്? പറഞ്ഞു തരാം, പിന്നാലെ ഓടിവാ. കാട്ടിലെ എലികളെല്ലാം കൂടി അവന്മാരുടെ രാജാവിനെ കാണാൻ പോയിട്ടുണ്ട്. ആരാണാവോ ഇവറ്റകളുടെ രാജാവ്? എലികളുടെ രാജാവ് ആരാ? പെരിച്ചാഴിയായിരിക്കും. ആരെങ്കിലും ആകട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. എല്ലാം കൂടി കൂട്ടം കൂടിയിരിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിക്കും. അമ്മോ, അതിന് താൻ എന്തിനാ പേടിച്ച് കരയുന്നത്? നമ്മളെ അവറ്റകൾ പിടിച്ച് തിന്നാനൊന്നും പോണില്ല. പക്ഷേ നമ്മൾ അവരെ ഓരോന്നായി പിടിച്ചു തിന്നും. ഒന്നു പോയാൽ എന്താ, 100 എണ്ണമല്ലേ കിട്ടാൻ പോകുന്നത്? ഈ മുടന്തന്റെ പിന്നാലെ പോയാൽ സ്ഥലം കണ്ടുപിടിക്കാം. മനസ്സിലായോ? നമുക്കേ ഇച്ചിരി കഷ്ടകാലമുണ്ട്. അതല്ലേ എലിയെ തിന്ന് വയറു വീർപ്പിക്കേണ്ടി വരുന്നത്. കഷ്ടകാലത്തിനകത്ത് നല്ല കാലം വരുമ്പോഴാ 100 എലിയെ ഒരുമിച്ച് കിട്ടുന്നത്. താൻ വിഷമിക്കണ്ട, എന്നെങ്കിലും ഇതുപോലെ മുയലുകളുടെ രാജാവും വരും. എന്താടേ താനൊന്നും മിണ്ടാത്തത്? ശരു, ശരു, ഇത്ര പെട്ടെന്ന് ശരു എവിടെ പോയി? ഹലോ, എൻ്റെ കാട്ടുമുത്തപ്പ കരുനാക്കൻ.